Hi friends, welcome to Simis Nadan Kitchen. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ക്രിസ്ത്യൻസ് ഒക്കെ പെസഹ വ്യാഴാഴ്ച ഉണ്ടാക്കുന്ന അപ്പവും പാലുമാണ് കേട്ടോ. ഈ അപ്പം പുളിപ്പിക്കാതെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിന് ഒരു മയമൊന്നും കാണത്തൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ദിവസം ഇതുപോലെ ഒരു അപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നു കേട്ടോ. അപ്പോൾ അവരുടെ വീട്ടിൽ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു മെത്തേഡിലാട്ടോ ഞാനിത് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പച്ചരി, 250 ml ഒരു കപ്പ്, അത് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നതാണ്. 1 ടേബിൾ സ്പൂൺ ഉഴുന്ന്, അതും വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നതാണ്. പച്ചരിയും ഉഴുന്നും ഓവർനൈറ്റാണ് കുതിർത്ത് വെച്ചിരുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു മിനിമം 5 മണിക്കൂറെങ്കിലും നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചേക്കണം. 1 കപ്പ് തേങ്ങ, 8 ചെറിയുള്ളി, 2 വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ ജീരകം, കുറച്ച് ഉപ്പ്, പിന്നെ വെള്ളം. ആദ്യമേ മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുക്കുക. ഇതിലേക്ക് തേങ്ങ, ഉള്ളി, വെളുത്തുള്ളി, ജീരകം ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോഴത്തേക്ക് ചെറിയ തരിയോട് കൂടി വേണം കേട്ടോ അരയ്ക്കാനായിട്ട്. അപ്പോൾ വെള്ളമൊന്നും ചേർക്കണ്ട, വെള്ളം ചേർക്കാണ്ട് അരച്ചാൽ മതി. വെള്ളം ചേർത്ത് അരയ്ക്കുമ്പോൾ അത് നല്ല ഫൈനായിട്ടങ്ങ് അരഞ്ഞു പോകും. ഇതുപോലെ കേട്ടോ. അപ്പോൾ നമ്മളൊരു പൊടിഞ്ഞ ഒരു പരുവത്തിലാണ് വരേണ്ടത്. തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്, നല്ല കുഞ്ഞു കുഞ്ഞു പീസായിട്ട്. ഇതുപോലെ കേട്ടോ, ഇതുപോലെ കേട്ടോ ഇരിക്കുന്നത്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് അരിയും ഉഴുന്നും കൂടെ അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ അരി കഴുകി വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഉഴുന്ന്, വെള്ളം. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിൻ്റെ അകത്ത് ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. മാവ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മളിപ്പം ഇതിൻ്റെ അകത്ത് അരച്ചേക്കുന്ന പച്ചരിയല്ലേ, പച്ചരിക്ക് പകരം ഉണക്കലരി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരുന്ന തേങ്ങ ചേർക്കാം. തേങ്ങയും ജീരകവും ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ അരച്ചു വെച്ചിരുന്നില്ലായിരുന്നോ, അത് ചേർക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു അപ്പം ഉണ്ടാക്കുമ്പോൾ തേങ്ങ എത്ര കിടക്കുന്നോ അത്ര ടേസ്റ്റ് ആട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് 1 കപ്പ് ചേർത്തിട്ടുണ്ട്, നമുക്ക് 3/4 കപ്പ് ചേർത്താലും മതി. ഇതിലേക്ക് കുറച്ച് ഉപ്പ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇഡ്ഡലി മാവിൻ്റെ ഒരു പരുവാട്ടോ. അപ്പോൾ ആ ഒരു രീതിയിലാണത് കലക്കിയെടുക്കേണ്ടത്. ഒരു കുറച്ച് തിക്കായിട്ടുള്ള ഒരു ബാറ്റർ ആയിരിക്കണം കേട്ടോ. അപ്പോൾ ദോശമാവിൻ്റെ പരുവല്ല, ഇഡ്ഡലി മാവിൻ്റെ. അപ്പോൾ നമ്മൾ തേങ്ങ തേങ്ങ അതിൻ്റെ അകത്ത് നമ്മൾ തരിയായിട്ടല്ലേ അരച്ചെടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ അരച്ചേക്കുന്ന മാവിലൊരു തരി ഉണ്ടാവും. എന്താ ഇതുപോലെ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇത് മതി കേട്ടോ. ഇനി ഇതിപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്കിത് അപ്പമായിട്ട് പുഴുങ്ങിയെടുക്കാൻ പറ്റും. ഇങ്ങനത്തെ പെസഹ അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുളിപ്പിക്കാത്ത അപ്പം എന്നാണ്. അരച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ആവിയിൽ പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിത് അരച്ച് എല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിപ്പോൾ ഞാനൊരു 15 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് മാറ്റി വെക്കണേ കേട്ടോ. 15 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് പാത്രത്തിൽ ഒഴിച്ചിട്ട് നമുക്ക് ആവിയിൽ പുഴുങ്ങിയെടുക്കാം. ഞാൻ എന്നാ ചെയ്യുന്നത് വെച്ചാൽ ഒരു 15 മിനിറ്റും കൂടി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു സോഫ്റ്റ്നെസ് കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനത് അങ്ങനെ 15 മിനിറ്റത്തേക്ക് മാറ്റി വെക്കുന്നത്. അടച്ചു വെക്കാം. ഇപ്പോൾ 15 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, ഇതുപോലെ. അപ്പോൾ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഇതിൻ്റെ തട്ട് വെച്ച് കൊടുക്കാം. തട്ട് വെച്ചിട്ട് വീണ്ടും അടച്ചു വെക്കണമെങ്കിൽ നമുക്ക് മാവ് ഒഴിച്ചിട്ട് വരാം. ഇനി ഇതിനായിട്ട് ഇത് ഒഴിക്കാൻ വേണ്ടി ഒരു പാത്രം എടുക്കുക. ഇതിലേക്ക് കുറച്ച് എണ്ണയോ നെയ്യോ എന്തെങ്കിലും തേച്ച് കൊടുക്കാം കേട്ടോ. അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഈ എണ്ണ ഈ പാത്രത്തിൽ എല്ലാ വശവും ഒന്ന് പറ്റിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ എടുത്തേക്കണ കേക്ക് മോൾഡാണ് കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റീൽ പാത്രത്തിൽ ഒഴിച്ച് ഉണ്ടാക്കിയാലും മതി. അപ്പോൾ ഇതുപോലെ എണ്ണ എല്ലായിടത്തും നന്നായിട്ട് പറ്റിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത് കേട്ടോ. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കണ മാവ് ചേർക്കാം. ഇനി ഇതിപ്പോൾ
നമുക്ക് ഇഡ്ഡലി പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിലേക്ക് വെക്കുമ്പോൾ ശ്രദ്ധിക്കണം, വെള്ളം നന്നായിട്ട് തിളച്ചെടുക്കുക കേട്ടോ. ആവി അടിക്കാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച ശേഷം നമ്മൾ മാവിൻ്റെ പാത്രം ഇറക്കി വെച്ചാൽ മതി കേട്ടോ. ഇത് അടച്ചു വെക്കാം. ഇനി ഇത് ഒരു 20 മിനിറ്റ് നേരത്തോളം നമ്മളിത് വേവിച്ചെടുക്കണം കേട്ടോ. നമ്മൾ സാധാരണ അപ്പമൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ 20 മിനിറ്റ്. സാധാരണ അപ്പവും കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ 20 മിനിറ്റൊക്കെ അല്ലേ എടുക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അത്രയും സമയം തന്നെ വേണം ഇതുണ്ടാക്കിയെടുക്കാനായിട്ട്. ഇനി ഈ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ ഒരു പാല് വേണം. ആ പാലിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്ന ഒരു തേങ്ങയുടെ തേങ്ങാപ്പാലാട്ടോ ഇത് 1.25 കപ്പോളം. ഇത് 2 പാലാണ്. 1/4 കപ്പ് 1 പാല് അല്ലെങ്കിൽ തനിപ്പാൽ, 3 ശർക്കര, 4 ഏലക്ക, ഒരു നുള്ള് ജീരകം, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി. ഇത് ഇടിയപ്പത്തിൻ്റെ പൊടിയാട്ടോ. ഒരു നുള്ള് ഉപ്പ്, കുറച്ച് വെള്ളം. അപ്പോൾ ഇതുണ്ടാക്കി തുടങ്ങാം. ആദ്യമേ ഈ ശർക്കര ഒന്ന് നമുക്ക് അലിയിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ശർക്കര അതൊന്ന് പൊട്ടിച്ചെടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് അലിഞ്ഞു വരും. ഇത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ശർക്കര ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കണം. ഇനി അരിപ്പൊടി എടുക്കുക. ഇതിലേക്ക് നമ്മൾ 2 പാല് എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് പാലെടുത്തിട്ട് ഈ അരിപ്പൊടി കലക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ ഈ അരിപ്പൊടി ഒന്ന് നന്നായിട്ട് കലക്കിയെടുക്കുക. കട്ടയൊന്നുമില്ലാതെ വേണം കലക്കിയെടുക്കാനായിട്ട്. അപ്പോൾ കുറച്ച് പാലൊഴിച്ചിട്ട് വേണം കലക്കിയെടുക്കാനായിട്ട്. നന്നായിട്ട് കലക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിവിടെ മാറ്റി വെക്കാം. ഈ ശർക്കര ഒന്ന് അലിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇളക്കി കൊടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് തിളച്ച് മുകളിലോട്ട് പൊങ്ങി വരും. നമ്മളിങ്ങനെ തിളപ്പിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശർക്കരയ്ക്കകത്ത് ഒത്തിരി മണ്ണും കരടൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടോ നമ്മളിങ്ങനെ തിളപ്പിച്ചിട്ട് അരിച്ചെടുക്കും. അപ്പോൾ നമ്മുടെ ശർക്കര അലിയിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം. ഞാൻ ഈ അരിച്ചെടുത്തേക്കുന്ന ഈ ശർക്കരപ്പാനി നമ്മൾ നേരത്തെ സെയിം പാത്രത്തിലേക്ക് ഒഴിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഈ സോസ് പാൻ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സോസ് പാൻ്റെ അടിയിലൊക്കെ നിറച്ച് മണ്ണുണ്ടായിരുന്നു. ഇത് അതിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഞാൻ എന്താ ശർക്കരപ്പാനി വീണ്ടും ഒന്നും കൂടെ തിളപ്പിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ശർക്കര നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ തിളച്ച ശർക്കരയിലേക്ക് 2 പാല് ചേർത്ത് കൊടുക്കാം. നമ്മൾ കുറച്ച് അരിപ്പൊടിയിൽ കലക്കിയിട്ടുണ്ട്, ബാക്കിയുള്ള 2 പാൽ ചേർക്കാം. ഇനി ഈ പാല് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. ഈ തേങ്ങാപ്പാൽ ചെറിയ തീയിലിട്ടിട്ട് വേണം കേട്ടോ നമുക്ക് തിളപ്പിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ ചൂടായിട്ടുണ്ട്, ചെറുതായിട്ട് ഇങ്ങനെ ബബിൾസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്ന അരിപ്പൊടി കലക്കി വെച്ചിരിക്കുന്ന കേട്ടോ, അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഒഴിക്കുമ്പോൾ ഒന്ന് ഇളക്കിയിട്ട് വേണം ഒഴിക്കാനായിട്ട്. അരിപ്പൊടി ചേർത്തതിന് ശേഷം ഈ ശർക്കരപ്പാനി ഒന്ന് കുറുകി വരാൻ തുടങ്ങും. ഇതിങ്ങനെ ഇളക്കി കൊടുക്കാം. ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒഴിച്ചേക്കുന്ന ആ അരിപ്പൊടി ഒന്ന് വെന്ത് വരണം. ഞാൻ തീ കുറച്ച് വെച്ചിട്ടുണ്ട്, ചെറു തീയിലിട്ടിട്ടാട്ടോ ഇത് ഇളക്കുന്നത്. ഇതിപ്പോൾ ഈ കുറുക്കൊന്ന് തിക്കായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു കുറച്ച് സമയം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചേർത്തേക്കുന്ന അരിപ്പൊടി വെന്തിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നമ്മൾ കുരുത്തോല കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തേക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കൊന്നും അത് കിട്ടത്തില്ലല്ലോ. അപ്പം അത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് ചേർക്കാം. പിന്നെ ഞാൻ ചേർക്കാൻ പോണത് ഏലക്കയും ജീരകവും കൂടെ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർക്കാം. ഇളക്കി കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്യുക. അതിനുശേഷം 1 പാൽ ചേർക്കാം. ഇളക്കി കൊടുക്കാം. 1 പാൽ ചേർത്തതിന് ശേഷം ഇത് തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഈ ചൂടിൽ കിടന്ന് തന്നെ ആ 1 പാൽ വെന്ത് വന്നോളും. ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്തേക്കാം. ഇനി ഇത് മാറ്റി വെക്കാം. ഇതൊന്ന് ആറി വരട്ടെ കേട്ടോ. ഇത് ആറും തോറും ഇതിന് ആറി വരുമ്പോഴത്തേക്ക് ഇത് നല്ലതായിട്ട് കുറുകി വരുന്നത്. നമ്മുടെ അപ്പം എന്തായി നോക്കാം. ഇത് ഏകദേശം ഇപ്പോൾ ഒരു 20 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇതിലൊരു ടൂത്ത് പീക്കോ അല്ലെങ്കിൽ പപ്പടക്കോലോ വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം.
ഇങ്ങനത്തെ അപ്പം പൊങ്ങിയൊന്നും വരത്തൊന്നുമില്ല. നമ്മൾ ഒഴിച്ച ആ ഒരു പരുവത്തിൽ തന്നെ ഇരിക്കത്തുള്ളൂ കേട്ടോ. അതിലിരുന്നിട്ട് വേഗത്തേ ഉള്ളൂ. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് കുരുത്തോലയൊന്നും വെച്ചിട്ടൊന്നുമില്ല. കുരുത്തോല വെക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ മാവ് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചതിന് ശേഷം നമ്മൾ അത് ആ ഞായറാഴ്ച ഓശാനയുടെ അന്ന് നമുക്കൊരു കുരുത്തോല കിട്ടത്തില്ലേ, ആ കുരുത്തോല കട്ട് ചെയ്ത് വേണം ഇതിൻ്റെ പൊക്കത്തേക്ക് കുരിച്ചുണ്ടാക്കിയിട്ട് വെക്കാനായിട്ട്. ഇപ്പോൾ ഈ പാത്രത്തിൻ്റെ ചൂട് ഒന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അപ്പം ഇതിൽ നിന്ന് ഇളക്കിയെടുക്കാം. പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിത് ഉണ്ടാക്കിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി വീണ്ടും അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.